അല്ല, പാർട്ടിയുടെ പുറത്തല്ല അദ്ദേഹം രാജിവെക്കാതിരിക്കോ അല്ലല്ല, നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ, എന്നെ അനുവദിക്കും. നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചല്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത്. ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അത് രാജിവെക്കാതിരിക്കോ എന്തുകൊണ്ട് ഇനിയിപ്പോ ഇലക്ഷൻ 2-3 മാസമല്ലേ. എത്ര മനോഹരം അല്ലെ? ഒരു സ്ത്രീ പീഡകനെ, ഒരു ഹാബിച്വൽ ഒഫൻഡറിനെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരുത്തന്, അങ്ങനെയുള്ള ഒരുത്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് പാലക്കാടുകാരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് പീലാത്തോസിനെ പോലെ കൈ കഴുകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു, ഇനി MLA ആയാലും രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല. അതായത് പാലക്കാടുകാരുടെ തലയിൽ ഇങ്ങനെ ഒരാളെ കെട്ടിവെച്ചതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. എത്ര മനോഹരം! ഈ കോൺഗ്രസിനെ ഇനിയും നിങ്ങൾ വിശ്വസിക്കുന്നോ എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വിശദമായ വർത്തമാനങ്ങളിലേക്ക് പോകാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എന്നത്തെയും പോലെ സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി പറഞ്ഞിരുന്നു. എന്റെ നടുവിന് ഒരു പ്രശ്നമുള്ളത് പറഞ്ഞിരുന്നു. എനിക്ക് ഇരുന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല, നിന്നിട്ട് ഒട്ടും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാതിരുന്നത്. കിഴി ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഇരിക്കാം, കുറച്ച് നേരത്തേക്ക് ഇരുന്ന് വീഡിയോ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്ഡേറ്റ് ചോദിച്ചവരോട് പറയുകയാണ്, ഇപ്പോഴും ഈ പറയുന്നത് പോലെ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്നുള്ള വരുമാനം ഇല്ലാതെയാണ് പബ്ലിക് ഒപ്പീനിയൻ മുന്നോട്ട് പോകുന്നത്. പാരലൽ ആയിട്ട് പൊളി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലും കൂടി നമ്മൾ യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ചാനലിൽ പോയിട്ട് അവിടുത്തെ വീഡിയോസും കാണാം. കുറെ അധികം നാളത്തേക്കും കൂടി ഈ ഒരു സപ്പോർട്ട് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം റിപ്പോർട്ട് അടി അത്രയധികം നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോ നമുക്ക് ഞാൻ പറഞ്ഞു വന്ന ആ ഒരു വിഷയത്തിലേക്ക് വരാം. 2024 ഡിസംബർ 4 ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ 4 രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ഏറ്റ് MLA ആയിട്ട് കയറി നിയമസഭയിൽ ഇരിക്കുന്നത്. ഒരു വർഷം കൃത്യമായി തികച്ചപ്പോഴേക്കും 2 സ്ത്രീകളുടെ ഗുരുതര പരാതികളോടുകൂടി നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്നും ഇയാൾ പുറത്തു പോയിരിക്കുകയാണ്. അപ്പോഴും നിയമസഭയിൽ ഈ വ്യക്തി MLA, കേരളം എന്ന സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച്, അവിടുത്തെ പാലക്കാട് എന്ന ജില്ലയിലെ വ്യക്തികളെ പ്രതിനിധീകരിച്ച് MLA ആയി ഇപ്പോഴും ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എത്രത്തോളം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എത്ര വിദഗ്ധമായിട്ടാണ് വി.ഡി. സതീശൻ കൈ കഴുകുന്നത്. അദ്ദേഹം വളരെ നെർവസ് ആയിട്ടാണ് ആളുകളോട് സംസാരിക്കുന്നത്. ആക്ച്വലി ഇപ്പോഴാണ് ഇവർക്ക് ആളുകളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടായത്. ഇന്നലെ എല്ലാം നമ്മൾ കണ്ടത് രമേശ് ചെന്നിത്തല അടക്കമുള്ളവര് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളെ പേടിച്ച് ഓടി ഒളിക്കുന്നതാണ്. എങ്ങനെയാണ് ഇവർക്ക് ഈ സിറ്റുവേഷൻ വന്നത്? ഇത് ഇവരായിട്ട് വരുത്തി വെച്ചതല്ലേ? ഈ ഒരു വർഷം തികയുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നോ ഇയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കാൻ? ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പാലക്കാട് ഇലക്ഷനിലേക്ക് തിരിക്കുകയാണ്. പാലക്കാട് ഇലക്ഷനിൽ കുറച്ച് അധികം സംഭവ വികാസങ്ങൾ നടന്നിരുന്നു. നമുക്കറിയാം, സന്ദീപ് വാര്യർ BJP-യിൽ നിന്നും കണ്ടം ചാടി കോൺഗ്രസിലേക്ക് വന്നതും കോൺഗ്രസിന്റെ പാലക്കാട് മത്സരിച്ചിരുന്ന സരിൻ അവിടെ നിന്നും സീറ്റ് തർക്കം ഉണ്ടാക്കി CPM-ലേക്ക് മാറിയതും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ സീറ്റ് തർക്കത്തിന്റെ പ്രശ്നമായിരുന്നു യഥാർത്ഥത്തിൽ പാലക്കാട് സരിനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്നത് അല്ല എന്നതാണ് സത്യം. പലപ്പോഴായി സരിനും സരിന്റെ ഭാര്യയും ഒക്കെ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യങ്ങൾ എഴുതി വിടുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അവിടെ യഥാർത്ഥത്തിൽ നടന്നത് സരിന് സീറ്റ് കൊടുക്കില്ല എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നില്ല. അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ സിറ്റിംഗ് MLA നമുക്കറിയാവുന്നതുപോലെ കുറെ നാളായിട്ട് ഷാഫി പറമ്പിലാണ്. അതായത് ഷാഫിയുടേതാണ് പാലക്കാട് എന്ന് എഴുതി വെക്കാവുന്ന അത്രത്തോളം പാലക്കാട് ജനങ്ങളുമായിട്ട് ഷാഫി ഒരു ആത്മബന്ധം സ്ഥാപിച്ചിരുന്നു. ഷാഫി എപ്പോൾ അവിടെ MLA ആയി മത്സരിച്ചാലും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഷാഫിക്ക് MLA അവിടെ ഇരിക്കാൻ കഴിയും. അത്രയധികം ആളുകളുടെ പിന്തുണ പാലക്കാടുണ്ട് എന്ന് ഉറപ്പിച്ച സ്ഥിതിയാണ്. നമുക്കറിയാം, അടുത്തത് CPM ഇറങ്ങിപ്പോകുന്ന ഗ്യാപ്പിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ഇപ്പോഴേ കതറും തയ്പ്പിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. അതിലൊരു മുതിരാത്ത എന്നാൽ മനസ്സുകൊണ്ട് മുതിർന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മന്ത്രിസഭയിൽ വലിയൊരു സ്ഥാനം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള ബേസ് അദ്ദേഹത്തിന് പാലക്കാടാണ്. പാലക്കാട് അല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഷാഫിക്ക് അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ടീച്ചറമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിപ്പിക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡൽഹിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ MP ആയിട്ട് മത്സരിക്കാൻ ഷാഫിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മന്ത്രിസഭ മാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു എന്താ പറയുക, ഒരു കിംവദന്തി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഖദറും തയ്പ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. സതീശനോ ചെന്നിത്തലയോ ഒന്നുമല്ല, ഷാഫിക്കാണ് ആ ഒരു ടെൻഡൻസി ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ആകണം എന്നൊരു അതിയായ ആഗ്രഹമുള്ളത്. അതിനുവേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം MP ആയിട്ട് പോകാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. എന്നാൽ വടകരയിൽ ടീച്ചറമ്മ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ്, നമുക്കറിയാം ശൈലജ ടീച്ചർ CPM-ന്റെ ഭാഗത്തു നിന്നും വലിയൊരു ശക്തയായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. അപ്പൊ ആ മത്സരാർത്ഥിക്കെതിരെ നിൽക്കാനായിട്ട് വളരെ ശക്തനായ ഒരു മത്സരാർത്ഥി തന്നെ വേണം. ഇവിടെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി മുരളീധരനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിക്കേണ്ടി, തൃശ്ശൂർ മത്സരിക്കേണ്ടി വന്നു. എന്താന്ന് വെച്ചാൽ മുരളീധരന്റെ പെങ്ങള് ആ സമയത്താണ് BJP-യിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ചെക്ക് വെക്കുക, സുരേഷ് ഗോപിനെ തോൽപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് മുരളീധരൻ ജയിച്ചിരുന്ന വടകര സീറ്റിൽ നിന്നും മുരളീധരനെ കൊണ്ടുവന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയപ്പോ പകരം
ടീച്ചറമ്മയ്ക്കെതിരെ ചെക്ക് വെക്കാൻ ഷാഫി പാലക്കാട് നിന്നും വടകരയിലേക്ക് പോകേണ്ടി വന്നു. ഇതൊരു കണ്ടീഷന്റെ പുറത്താണ് ഷാഫി ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഷാഫിക്ക് ഡൽഹിയിലേക്ക് പോകാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഷാഫിക്ക് സംസ്ഥാനത്ത് നിൽക്കണം, സംസ്ഥാനത്ത് കാര്യങ്ങളുണ്ട്. പാലക്കാട് സീറ്റ് ഷാഫിക്ക് കൊടുക്കാൻ സാധിക്കില്ല, ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. പാലക്കാട് മറ്റൊരു MLA വന്നാൽ ഷാഫി ഈ MP സ്ഥാനം വേണ്ടാന്ന് വെച്ച് വരികയാണെങ്കിൽ ഷാഫിക്ക് വേണ്ടിയിട്ട് സ്ഥലം മാറി കൊടുക്കില്ല, ആരും തന്നെ മാറി കൊടുക്കില്ല, നമുക്ക് അറിയാവുന്നതാണ്. അവിടെ നിന്ന് ഒരു MLA ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളാണ് അവിടെ, അയാളാണ് പിന്നെ അടുത്തതിലും അയാളാണ് മത്സരിക്കുക, അല്ലെങ്കിൽ പിന്നെ പാർട്ടി തീരുമാനിച്ച എന്തെങ്കിലും കാര്യങ്ങളായിട്ടുള്ള നടത്തണം. പക്ഷെ ഒരുപാട് ആൾക്കാർ അതിന് വില്ലിങ് ആകാറില്ല. അപ്പൊ തിരിച്ച് ഷാഫിക്ക് പാലക്കാടേക്ക് വരണമെങ്കിൽ മാറിക്കൊടുക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയായിരിക്കണം അവിടെ MLA ആയി വരേണ്ടത്. ഷാഫിയുടെ ഏറ്റവും വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിനെ സതീശന്റെയും അതുപോലെ എല്ലാ ആൾക്കാരുടെയും മുന്നിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്ത് ഇയാളെ MLA ആയിട്ട് പാലക്കാട് മത്സരിപ്പിക്കാമെങ്കിൽ ഞാൻ വടകരയിൽ MP ആയിട്ട് മത്സരിക്കാൻ നിൽക്കാം എന്ന് പറയുന്നു. ഇതൊരു ഡീലായിരുന്നു. ഈ ഡീലിലാണ് വടകരയിൽ മത്സരിക്കാൻ തയ്യാറായി ഷാഫി അങ്ങോട്ട് പോയതും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിർത്തിയതും. പ്ലാൻ ഇതായിരുന്നു, അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ടയിൽ നിർത്തി മത്സരിപ്പിക്കും. ഇതുവരെ രാഹുൽ മാങ്കൂട്ടം ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. അപ്പൊ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇയാൾ പ്രവർത്തിക്കാന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. എപ്പോഴും നമുക്കറിയാം, ആദ്യമായിട്ട് വരുന്ന ഒരു MLA വിശ്വസിക്കാൻ ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അയാൾക്ക് ഒരു വോട്ട് കിട്ടുക, അയാൾ MLA ആയിട്ട് ജയിച്ച് കയറുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു തവണ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് പേരായി, അയാൾ ചെയ്ത് കാണിച്ചു എന്നൊക്കെ പറയാം. അപ്പൊ ആ ഒരു പേര് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലായിരുന്നു. അത് ഉണ്ടാക്കി എടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. അപ്പോ ഇതിന് ഒരുപാട് എതിർപ്പ് വന്നു. എതിർപ്പ് വന്നത് എന്താണെന്ന് വെച്ചാൽ സരിൻ അടക്കമുള്ള ആളുകൾ എതിർത്തത് രാഹുൽ മാങ്കൂട്ടം സ്ത്രീ വിഷയത്തിൽ ഒരു പ്രശ്നമുള്ള ആളാണെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇയാളുടെ പേര് പറയാതെ, അതായത് ഇയാളുടെ പേരിൽ ഒരു FIR ഇല്ലാതെ ഇയാളുടെ പേര് പറയാൻ പറ്റില്ലല്ലോ, പേര് പറയാതെ ഈ ആരോപണം വന്നപ്പോൾ മുതൽ ഈ കാര്യത്തെ പറ്റി ശക്തവും വ്യക്തമായി ഇതേ നിലപാട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടങ്ങളിൽ തന്നെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഇയാളെ സപ്പോർട്ട് ചെയ്തപ്പോൾ 4 കാലിൽ ഇഴയുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് അറിയാൻ പറ്റിയ കാര്യമാണ് ഇയാൾ എത്ര പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എത്ര വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര പേരെടുത്ത് ഇയാൾ അടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പറയുന്നില്ലേ വിവാഹിതയായ പെൺകുട്ടിയാണ് ഇരയെന്നൊക്കെ നിങ്ങൾ പറയുന്നില്ല. ഇയാളുടെ ഓൾമോസ്റ്റ് ഇരകൾ വിവാഹിതരായവരായിരുന്നു. അത് ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ള നേതാക്കന്മാരുടെ ഭാര്യമാരായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുത്തനെ പാലക്കാട് നിർത്തി MLA ആക്കി ജയിപ്പിക്കാൻ പറ്റില്ല എന്നാണ് സരിൻ പറഞ്ഞത്. ഇതാണ് അവിടുത്തെ വിഷയം. പക്ഷേ ഷാഫിയുടെ ഡീലിന് ഓൾറെഡി കൈ കൊടുത്തിരിക്കുന്ന സതീശനും ബാക്കി ടീമിനും ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ അതൊക്കെ പതിവാ. ഇത് എവിടത്തെ നേതാവ് ഉണ്ടാക്കിയ നിയമമാണെന്ന് എനിക്കറിയില്ല. ഒരുത്തനും, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ ഒട്ടും ഇമാതിരി വിഷയങ്ങൾ പാടില്ല. കാരണം അയാൾ കുറച്ചെങ്കിലും മര്യാദയും സഭ്യതയൊക്കെ ഉള്ള ആളായിരിക്കണം. പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ MLA മിനിമം വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നവനായിരിക്കണം. അപ്പൊ ഇവരുടെയൊക്കെ മെന്റാലിറ്റി അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആവാം. പ്രത്യേകിച്ച് ആണല്ലേ, അതുകൊണ്ട് ഇവരത് മൈൻഡ് ചെയ്തില്ല. ഇവർ വരുന്ന ഇരകളെ എല്ലാം ഒതുക്കി തീർത്തുകൊണ്ടിരുന്നു. നിങ്ങളൊന്ന് വിചാരിക്കണം, ഇരകളെല്ലാം ആദ്യം വന്നുകൊണ്ടിരുന്നത് കോൺഗ്രസ് പാർട്ടിന്റെ അകത്ത് നിന്നാണ്. കോൺഗ്രസിനകത്ത് വർക്ക് ചെയ്തിരുന്ന ഒരുപാട് സ്ത്രീകളെയാണ് ഇയാൾ ഈ രീതിയിൽ ശല്യം ചെയ്തിട്ടുള്ളത്. ഷഹനാസിന്റെ പോസ്റ്റ്, റിനിയുടെ പോസ്റ്റ് ഒക്കെ നിങ്ങൾ കാണുന്നത്. ഇവരൊക്കെ വന്ന് പറയുന്നത് ഇവരാരും CPM-കാരല്ല, ഇവരാരും BJP-കാരല്ല, ഇവരല്ല പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പുറത്തുണ്ടെന്ന്. അത് തന്നെ കാണിക്കുന്നത് ഈ ഒരു സംഭവം ജെനുവിൻ ആണെന്നാണ്. ഇവനെ തകർത്തിട്ട് ആർക്കും ഒന്നും കിട്ടാനില്ല. CPM-കാർ ചെയ്തെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം. പക്ഷെ അകത്ത് നിന്ന് ഇത്രയധികം വർത്താനങ്ങൾ വന്നിട്ട് ഇവർ മൈൻഡ് ചെയ്തില്ല. അതിൽ പ്രതിഷേധിച്ചാണ് സരിൻ ഇറങ്ങിപ്പോയത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഇതുപോലൊരു പെർവേർട്ടിനെ പാലക്കാടുകാരുടെ തലയിൽ കെട്ടിവെച്ച് ആദ്യം ഒരു പരാതി വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കുന്നതിന് പകരം പരാതിയല്ലേ വന്നുള്ളൂ, അതൊന്നും തീരുമാനമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ട് ഒരു സസ്പെൻഷൻ ആണ് കൊടുത്തത്. സസ്പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടി ചെയ്ത കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്റേണലി രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ സതീശനടക്കം ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ കല്ലേറുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് ആരും CPM-കാരല്ല ചെയ്തത്, അതും നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവരിപ്പം വലിയ ഘോരഘോരമായിട്ട് ഇവർ പറയുന്നുണ്ട് CPM ഞങ്ങളെ തകർക്കാൻ നോക്കുന്നു, മറ്റൊന്നും. ആരല്ല, നിങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിൽ ഇതൊക്കെ വന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിലെ സ്ത്രീകളെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഒരുത്തൻ ശല്യം ചെയ്തിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു? ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ പറയുന്നു CPM ഒന്നും ചെയ്തില്ലല്ലോ, അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യും. അപ്പൊ നിങ്ങൾ സമ്മതിക്കണം, CPM-നെ പോലെ ധാരാളം പെണ്ണുപിടിയന്മാരുള്ള യാതൊരു രീതിയിലുള്ള സംസ്കാരവും ഇല്ലാത്ത ഒരു പാർട്ടി തന്നെയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ കഥറിട്ടിങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്ത്രീപക്ഷപരമായുള്ളതോ മാന്യതപരമായിട്ടുള്ളതോ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾ പറ. ഇനി നിങ്ങൾക്ക് വോട്ട് ചെയ്യണോ വേണ്ടെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഞെളിഞ്ഞു എന്ന് ഈ വർത്താനം പറയുന്നത്? രണ്ടാമത്തെ പരാതി KPCC അധ്യക്ഷന് വന്നതും ആ പരാതി കണ്ട് ഞെട്ടിയതും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഉടനെ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനം എടുത്തതും ഇതാണോ സംഗതി? ഇതല്ല സംഗതി. സംഗതി എന്താ? രണ്ടാമത് വന്ന പരാതിയിൽ വ്യക്തമായി ആ പെൺകുട്ടി എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ചു കാണിച്ചു തരാം.
കുട്ടി എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്, ഞാൻ അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾക്ക് വായിച്ചു തരുന്നത്. ഈ പരാതിയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം ഞാൻ വായിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ലോങ് ആണ്, ഒരുപാട് ടൈം എടുക്കും വീഡിയോനെ. ഇതിൽ പെർട്ടിക്കുലർ ആയിട്ട് ഈ പരാതി ഇപ്പൊ കൊടുത്തതാണോ അതോ മുമ്പ് കൊടുത്തതാണോ എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് KPCC പ്രസിഡന്റിന്റെ പരാതി ഒന്നും കിട്ടിയിട്ടില്ല എന്ന പ്രസ്താവന കേട്ടപ്പോൾ സത്യം മറയാതെ പോകാതിരിക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എനിക്ക് യാതൊരു പൊതുശ്രദ്ധയും സഹാനുഭൂതിയും നേട്ടവും ഒന്നും വേണ്ട. എന്റെ ഏക ഉദ്ദേശം മറ്റൊരു യുവതിയും അയാൾക്ക് ഇരയാകാതിരിക്കുക എന്നതാണ്. ഷുക്കൂർ വക്കീൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പങ്കുവെച്ച ഒരു പോസ്റ്റിൽ നിന്നാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. KPCC പ്രസിഡന്റ് പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഈ പെൺകുട്ടിയെ പ്രകോപിച്ചത്. അതിന്റെ അർത്ഥം എന്താ? ഓൾറെഡി ഈ പെൺകുട്ടി നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി നൈസായിട്ട് മുക്കി. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പരാതിയുടെ പേരിൽ നടപടി വന്നത്? ഇപ്പൊ ഈ പെൺകുട്ടി രണ്ടാമത് മെയിൽ അയക്കുമ്പോൾ KPCC പ്രസിഡന്റിന് മാത്രമല്ല അയച്ചത്, അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ അയച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെന്ന ശുഷ്കാന്തി വന്നതെന്ന്, എവിടെന്ന ധൈര്യം വന്നതെന്ന്? ഉടനെ പിടിച്ച് പുറത്താക്കിയിട്ട് ഇങ്ങനെ വന്ന് ഇത്രയും ദിവസം തലയിൽ മുണ്ടിട്ട് നടന്നവര് ഒരു എളുപ്പമില്ലാതെ ഞങ്ങൾ പുറത്താക്കി വേറെ ആർക്കെന്താ ധൈര്യം ഇല്ലാത്ത എന്നൊക്കെ പറയാനായിട്ട് ഒരു എളുപ്പമില്ലാതെ വന്ന് നിൽക്കുന്നതിന്റെ കാരണം അതാ. അങ്ങ് ഡൽഹി വരെ എത്തിക്കഴിഞ്ഞു. ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ. ഞാൻ ഈ പരാതി നിങ്ങൾക്ക് ഫേസ്ബുക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഷുക്കൂർ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പുള്ളിയുടെ വാളിൽ കിടപ്പുണ്ട് ഈ പരാതി, ഒന്ന് വായിച്ചു നോക്കണം. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് വിറക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം സിമിലർ ആയിട്ട്, അതായത് ഇതിനു മുമ്പ് വന്ന പരാതികളുമായി സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒരു സൈക്കോയാണ് രാഹുൽ മാങ്കുട്ടൻ. സൈനൈഡ് മോഹന്റെ കഥ കേട്ടിട്ടുണ്ടോ? വല്ലാത്തൊരു കഥയിൽ അടിച്ചു കൊടുത്താൽ അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. വല്ലാത്തൊരു കഥയിലുണ്ട് സൈനൈഡ് മോഹന്റെ കഥ. ഓരോ സ്ത്രീകളെ ഒരേപോലെ തന്നെ പാട്ടിലാക്കുക, സൈനൈഡ് കൊടുത്ത് കൊല്ലും. ഇവിടെ കൊല്ലുന്നില്ല എന്നുള്ളൂ, കൊല്ലാതെ കൊല്ലുന്നുണ്ട്. പക്ഷെ പാറ്റേൺ എല്ലാം സെയിം ആണ്. ഹാബിച്വൽ ഒഫൻഡർ ആണ്. എങ്ങനെ ഏത് രാഷ്ട്രീയത്തിന്റെ മറവിൽ കൊണ്ടുപോയി ഏത് MLA ആക്കിയാലും കാര്യമില്ല. ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണം, അല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുകേഷ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഗണേഷ് അവിടെ ഇരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതുപോലാണോ ഗണേഷും മുകേഷും ഒക്കെ ചെയ്തത്? തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ ഇന്നലെ ആരാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അത് സത്യമല്ലേ? ഇതുപോലത്തെ പ്രാന്തന്മാരാണോ അവരാരേലും? നിങ്ങൾ 10 മുകേഷിനെയും 8 ഗണേഷിനെയും കൊണ്ട് വെച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുകൾ കേട്ടത് വേടന്റെ കാര്യത്തില്ല. അല്ലാതെ ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ പേരിലും ഇത്രയും വൃത്തികെട്ട അലിഗേഷൻസ് ഇല്ല. അത്രയ്ക്ക് ഭാഷാണത്തിക്രമിയാണ് ഈ വ്യക്തി. ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ പാലക്കാടുകാരുടെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ചത്? ഈ ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇപ്പൊ ഉളുപ്പില്ലാതെ അയാൾ MLA സ്ഥാനം രാജിവെക്കും, എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ പാലക്കാട് ജനങ്ങളോട് നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്തം? ആ ജനങ്ങളോട് നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയുണ്ട്? അവരുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുക. അല്ലാതെ ആ വ്യക്തികളുടെ സുരക്ഷിതത്വത്തിലോ അവരുടെ ധാർമ്മികത്തിലോ അവരുടെ ജീവിതത്തിലോ അവരുടെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇപ്പൊ ഉളുപ്പില്ലാതെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയാനായിട്ട് നിങ്ങളുടെ പാർട്ടിനെ വിശ്വസിച്ചിട്ടല്ലേ, ഷാഫിയുടെ പിൻഗാമിയാണെന്ന് അയാൾ പറഞ്ഞിട്ടല്ലേ അവർ വോട്ട് ചെയ്തത്? അല്ലെങ്കിൽ എവിടുന്നോ വന്ന് ഒരുത്തൻ അവർക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവിടുത്തെ ജനങ്ങൾ ആരായി എന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.